ചോദിച്ചു, സഹോദരന്മാരെ, ഞാൻ മാനസികമായി ശാരീരികമായി തകർന്നിരിക്കുന്ന വ്യക്തിയാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ പറഞ്ഞ യേശു വാസ്തവമായി ഞാൻ നേടുന്ന ഈ വിഷയങ്ങൾക്ക് പരിഹാരം തരുവാൻ മതിയായമാണെന്ന് നിങ്ങൾക്ക് എന്റെ കണ്ണുകളെ നോക്കി പറയാൻ പറ്റുമോ? ആ സത്യമാണ് ചോദിച്ചപ്പോൾ ആ പാവ സഹോദരിമാരുടെ കൈവശം വിശുദ്ധ ബൈബിൾ ഉണ്ടായിരുന്നു. ആ ബൈബിൾ ഒരു മാറോട് ചേർത്ത് വെച്ചിട്ട് ഇപ്രകാരം എന്നോട് പറഞ്ഞു, മനസ്സേ, ഞങ്ങൾ സേവിക്കുന്ന, ഞങ്ങൾ ആരാധിക്കുന്ന, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന യേശു നിന്നെ സഹായിപ്പം മതിയായമാണ്, നിന്റെ രക്ഷിക്ക മതിയായമാണ്. ആ യേശുവിനെ നീ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി, നിന്റെ പാപങ്ങൾ യേശുവിനെ ഏറ്റുപറഞ്ഞാൽ മതി, യേശുവിനെ നിന്റെ ഹൃദയം കൊടുത്താൽ മതി പറഞ്ഞപ്പോൾ ആ സഹോദരന്മാരുടെ വാക്കുള്ള ശക്തിയെ ആകർഷിക്കാനിടയായി. ഞാൻ മുട്ടുമടക്കി ആ സഹോദരന്മാരെ ചുറ്റും എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ പ്രാർത്ഥന ആരംഭിച്ചോ ഞാൻ ഉറക്കെ കരയാൻ തുടങ്ങി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഇടപെടാൻ തുടങ്ങി. ദൈവത്തിന്റെ ശക്തിയെ വ്യാപരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഉറക്കെ നിലവിളിച്ച്, യേശുവേ, മഹാഭാവിയായ മനുഷ്യനാണ്, എന്നോട് കണ്ണ് തോന്നണമേ, എന്നെ രക്ഷിക്കണമേ, നീ എനിക്ക് ജീവിതം തന്നാൽ ഞാൻ നിനക്ക് ജീവിക്കാം യേശുവേ എന്ന് ഉറക്കെ നിലവിളിച്ച എന്റെ ജീവിതത്തെ പൂർണ്ണമായി യേശുവിനെ കണ്ടേൽപ്പിച്ചു. കാരണം ഈ ലോകത്ത് അവസാനമായി കിട്ടിയ ഒരു പിടിവള്ളിയാണ് യേശു. കാരണം ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ആരും എന്നെ ഉൾക്കൊള്ളുന്നില്ല, ആരും സ്നേഹിക്കുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിതരെ, 1986 ജനുവരി മാസം 3-ാം തീയതി എന്റെ ജീവിതം ഞാൻ പൂർണ്ണമായി യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്ത് എന്റെ ജീവിതത്തെ സമർപ്പിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം എന്ന് പറയുന്ന അസുഖം പ്രാർത്ഥിച്ചപ്പോൾ ഒരു അത്ഭുതം ജീവിതം നടക്കാനിടയായി. എന്നെ മധ്യത്തിലേക്ക് മയക്കൊന്ന് അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്ധകാരത്തിന്റെ വ്യാപാര ശക്തി, ഒരു പൈശാച ശക്തി, ഒരു പൈശാച ബാധ അന്ന് പോൽക്കാൽ എന്റെ ശരീരത്തിൽ നിന്ന് മനസ്സിൽ വിട്ടുപോകാനിടയായി. വലിയൊരു ബാധ എന്നെ നീങ്ങിപ്പോകാനിടയായി. അവിടെ നിന്ന് എഴുന്നേറ്റപ്പോൾ ഈ ലോകത്തിനകത്ത് വലിയ ശാന്തിയുടെ സമാധാനത്തിന്റെയും ഉടമയായിട്ട് ഞാൻ തീരുകയാണ്. അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് യേശു ജീവിക്കുന്ന ദൈവമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിതരെ, യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. പ്രിയ സ്നേഹിതരെ, എന്റെ മാത്രമല്ല, ഇവിടെ കിടന്നു ഞങ്ങളുടെ പലരുടെയും ജീവിതാനുഭവമാണ്. തകർന്ന് തരിപ്പണമായി നിരാശയിൽ മധ്യ തടിപ്പെട്ട് ആത്മഹത്യക്ക് ഒരുങ്ങിയിരുന്ന ഞങ്ങളെ ഈ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് രക്ഷിച്ചവർ. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഏതെങ്കിലും സംഘടനകളോ സഭകളോ പൈസ കൊണ്ടല്ല ഞങ്ങൾ കവലെ പരസ്യമായി യേശുവിനെ പ്രസംഗിക്കുന്നത്. ഇതങ്ങനെ പറയാൻ പറ്റിയ കാര്യമല്ല, ഞങ്ങളുടെ ജീവിതാനുഭവമാണ്. അതുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ വിശ്വസിക്കുന്ന മതങ്ങളോ പ്രത്യയശാസ്ത്രങ്ങളോ എന്തുമായിക്കൊണ്ട് രാഷ്ട്രീയ നേതാക്കളോ ആരും നമ്മെ രക്ഷിക്കാൻ പര്യാപ്തമല്ല. എന്നാൽ രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി, മനുഷ്യവർഗത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി, മനുഷ്യവർഗത്തെ മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടി സംഘം ചാറ്റി ഭൂമിയിലേക്ക് വലിച്ച യേശു ക്രിസ്തു എന്ന രക്ഷകൻ മാത്രമേ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. മറ്റൊരുത്തൻ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യൻ നൽകപ്പെട്ട വേറെ ഒരു നാമമില്ല. നിങ്ങൾ ഏത് ചിന്താധികാരായിക്കൊണ്ട്, എന്നാൽ നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങളുടെ അവസരം മനസ്സിലാക്കി നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങൾക്ക് ശാന്തി സമാധാന സൗഖ്യം നൽകുന്ന ഒരേ ഒരു ദൈവ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ആ യേശു ക്രിസ്തു വിശ്വസിക്കുക മാത്രം ചെയ്താൽ നിങ്ങൾക്ക് ലോകത്തിനകത്ത് വലിയ സമാധാനവും ശാന്തിയും ഉടമസ്ഥനായി മാറുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ജീവൻ നയിപ്പാൻ വലിയൊരാദ്യം നിങ്ങളെ സഹായിക്കാം. നിങ്ങളറിയാവോ, ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്ന എന്റെ ജീവിതത്തെ കണ്ട് എന്റെ നാട്ടുകാർക്ക് അത്ഭുതമായി, വീട്ടുകാർക്ക് സന്തോഷമായി. വീണ്ടും ബിസിനസ് അവരെല്ലാം നിർമ്മിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു, എനിക്ക് യേശു വേണ്ടി ജീവിക്കണം. അങ്ങനെ ഞാൻ എന്റെ കർത്താവിനോട് ജീവിക്കാൻ സമർപ്പിച്ചു. അതിനുശേഷം ഒരു ബൈബിൾ സ്കൂളിൽ പോയി ദൈവനെ പഠിക്കാനിടയായി. എൻ്റെ അടുത്തൊരു ചെറിയ സഭയുണ്ടായിരുന്നു. ആ സഭയിലെ ദൈവമക്കൾ എന്നെ ക്ഷണിച്ചു. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ദൈവാസൻ മക്കൾ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ദൈവനെ ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ സത്യങ്ങൾ മനസ്സിലാക്കിയത്. ദൈവത്തിന്റെ മക്കളെ ശ്രദ്ധിക്കണമേ, ദൈവനെ നാം വായിക്കണം, പഠിക്കണം. ബൈബിൾ, വിശുദ്ധ ബൈബിൾ നാം പഠിക്കുമ്പോഴാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. ഞാൻ നിങ്ങൾ ആചരിച്ചുകൊണ്ടിരിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളൊന്നും വിശുദ്ധ ബൈബിളുള്ള കാര്യങ്ങളല്ല. അതൊന്നും നമ്മെ സത്യത്തിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക്, നിത്യത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളല്ല. ദൈവനെ പഠിച്ചപ്പോൾ കൂടുതൽ സത്യം മനസ്സിലാക്കി. ദൈവം കൂടുതൽ എന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങി. 89-ാം ആണ്ട് തന്നെ 1989 ഞാൻ വാഹനം കഴിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ദൈവം 2 മക്കളെ എനിക്ക് ദൈവം തന്നു. അവിടുന്ന് വിദേശമാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്നു. നിങ്ങൾക്കറിയാം, എന്റെ ചെറുപ്പത്തെ വലിയ സ്വപ്നമാണ്. തെരുവിലായിരുന്ന അനേക കുഞ്ഞുങ്ങളെ വളർത്തി പഠിപ്പിക്കുന്ന സ്വപ്നമായിരുന്നു. അങ്ങനെ 2000 ആണ്ടില് എന്റെ ദേശത്ത് മൂക്കുന്നൂർ ആടകത്ത് ഒരു അനാഥാശ്രമം ആർപ്പാടിയായിരുന്നു. കഴിഞ്ഞ 24 വർഷങ്ങൾ കൊണ്ട് കേരളത്തിനകത്തും പുറത്തും വെളിയിൽ ഉപേക്ഷിക്കപ്പെട്ട, തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട ഏകദേശം 1200-ലധികം അനാഥ കുഞ്ഞുങ്ങളെ, മാതൃ കൈവിട്ട കുഞ്ഞുങ്ങളെ കണ്ടെത്തി അവർക്ക് മാന്യമായ താമസം, ഭക്ഷണം, വിദ്യാഭ്യാസം കൊടുത്ത് സമൂഹം മുന്നിലാക്കി മാറ്റുവാൻ വലിയവനായി എന്നെ സഹായിച്ചു. നിങ്ങൾ നോക്കണം, 1200 കുട്ടികളെ വളർത്തി പഠിപ്പിക്കുക എന്നുള്ള ചില്ലറ കാര്യമല്ല. എന്റെ ജീവിതത്തിൽ ആശയിൽ ശൽപ്പിക്കാത്ത കാര്യം. പക്ഷേ എന്റെ യേശു എന്നെ സ്നേഹിച്ചു. യേശുവിനെ ഞാൻ കണ്ടെത്തി എന്ന ഒറ്റ കാരണത്താൽ, യേശുവിനെ വിളിച്ചപേക്ഷിച്ചു, യേശു വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ യേശു എന്നെ അനുഗ്രഹിക്കാനിടയായി. ഇന്ന് ഒരു കാലത്ത് കല്ലെറിഞ്ഞ ഓടിച്ച എന്റെ നാട്ടില് എന്നെ സ്നേഹിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, എന്നെ സഹായിക്കുന്നവരുണ്ട്. അതുകൊണ്ട് പ്രിയ സ്നേഹിത, എനിക്ക് നിങ്ങൾ പറയാനുള്ള ഒരേ ഒരു കാര്യം, യേശു നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്.
നിങ്ങൾ നിരാശിക്കുന്ന വ്യക്തിയാണോ? മദ്യത്തിൽ മയക്കുവാടിപ്പെട്ട് കഴിയുന്ന വ്യക്തിയാണോ? ഈ ദുഃഖം നിരാശിപ്പിക്കുന്ന വ്യക്തിയാണോ? എന്നെ ആരും സ്നേഹിക്കാനില്ല മനസ്സിലാക്കാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? ഞങ്ങളുടെ ജീവിതത്തിൽ പറയുന്ന യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ നിരാശപ്പെടേണ്ട, എവിടെയും പോകണ്ട, ഏത് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കേണ്ട ആവശ്യമില്ല, മെഴുകുതിരി കത്തിക്കേണ്ട ആവശ്യമില്ല, നേർച്ച കാട്ടി കൊടുക്കേണ്ട, പുണ്യത്തിൽ സ്ഥാനപ്പെടേണ്ട കാര്യമില്ല. യേശു നിന്റെ ഹൃദയത്തെ സഹായിപ്പാൻ കഴിവുള്ളതുമാണ്. അവന് വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവനോട് പ്രാർത്ഥിക്കുക, പാപിയാണ് അന്വേഷിക്കുന്നു പറഞ്ഞാൽ യേശു ജീവിതം കൊടുത്താൽ എന്നെ രൂപാന്തരപ്പെടുത്തിയ നിങ്ങളെ രൂപാന്തരപ്പെടുത്തിയ യേശുവിന് കഴിയും. ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ നിങ്ങൾ നൽകുന്ന ആളെ ഈ ലോകം മറ്റ് മാറ്റപ്പെട്ടു പോകേണ്ടവരാണ്. നാം എല്ലാവരും മരിക്കും, എന്നാൽ മരണത്തിനപ്പുറം ജീവിതമുണ്ടെന്ന് യേശു പഠിപ്പിച്ചു. എന്നെ വിശ്വസിക്കുന്ന മരിച്ചാൽ ജീവിക്കുമെന്ന് യേശു പഠിപ്പിച്ചു. ദൈവത്തിന്റെ മക്കളെ, ഈ മരണത്തിന് ശേഷം ഒരു ജീവിതം ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്, ഒരു നിശ്ചയഭാവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അതിന് വേറെ ഒരു വഴിയുമില്ല. നീ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന മതങ്ങൾ നിങ്ങളെ സ്വർഗത്തെത്തിക്കില്ല. വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തമല്ലാതെ ആരും പിതാവിന്റെ അടുക്ക് എത്തുന്നില്ല. അപ്പൊ സ്വർഗത്തിലേക്ക് പോകാൻ, നിത്യത്തെ കൈവശമാക്കുവാൻ ഒരേ ഒരു വഴി യേശുവിൽ വിശ്വസിക്കുക എന്ന് മാത്രമാണ്. അതുകൊണ്ട് ഈ പുളിയനം ഭാഗത്ത് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു സന്ദേശം, സ്നേഹത്തിന്റെ സന്ദേശം, യേശുവിന്റെ സന്ദേശം. യേശുവിൽ വിശ്വസിക്കുക, യേശുവിൽ ആശ്രയിക്കുക. നിന്റെ വിഷയം എന്തുവാകട്ടെ, മാരക രോഗത്തിൽ അടിമയാണെങ്കിൽ, മദ്യത്തിൽ അടിപ്പെട്ട വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ നിരാശ ദുഃഖിക്കുന്ന വ്യക്തിയാണെങ്കിൽ, കടബാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്ക് ആശയം നൽകാൻ യേശുവിന് കഴിയും. ഞങ്ങൾ രൂപാന്തരപ്പെട്ട യേശുവിനും ജീവിക്കുന്നവരാണ്. അവന്റെ വരവടച്ചിരിക്കുന്ന ലോക സമൂഹങ്ങൾ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് യേശു വിശ്വസിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ദൈവം നിങ്ങൾ രക്ഷിക്കട്ടെ എന്ന് ദേശത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. യേശു വലിയവൻ.